വീണ്ടും സംസ്ഥാന പര്യടനത്തിന് തമിഴക വെട്രികഴകം അധ്യക്ഷൻ വിജയ്. ഡിസംബർ ആദ്യവാരം സേലത്ത് പൊതുയോഗം നടത്താനാണ് നീക്കം. പോലീസിന് ഇക്കാര്യത്തിൽ ടിവിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. മനേഷ്, യാത്ര വീണ്ടും തുടങ്ങുന്നു, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു, പ്രതിഷേധങ്ങളൊക്കെ ഒതുങ്ങി എന്ന രീതിയിലാണോ കാണേണ്ടത്? ഇതിന് കരൂരിൽ 41 പേരുടെ മരണത്തിനിടയാക്കിയതോടെ ആണ് വിജയ് താൽക്കാലികമായി സംസ്ഥാന പര്യടനം നിർത്തിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ സേലത്ത് പര്യടനം നടത്താനുള്ള ഒരു ശ്രമമാണ് ടിവിക്കയുടെയും അതുപോലെ തന്നെ വിജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് ഡിസംബർ 4-ാം തീയതി സേലത്ത് ഈ പറഞ്ഞ രീതിയിൽ ഒരു പൊതുയോഗം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നേരത്തെ തന്നെ റോഡ് ഷോകൾ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പോലീസിന്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതാണ് പൊതുയോഗമാക്കി ചുരുക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. പൊതുയോഗം നടത്തുക, ഡിസംബർ 4-ന് പൊതുയോഗം നടത്തുക എന്നുള്ളതാണ്. 3 സ്ഥലങ്ങൾ, അതായത് ബോസ് മൈതാനം, കോട്ട മൈതാനം ഉൾപ്പെടെയുള്ള 3 മൈതാനങ്ങളിൽ അനുമതി തേടിയാണ് ഇപ്പോൾ സേലത്തെ പോലീസിനെ സമീപിച്ചിട്ടുള്ളത്. പോലീസിന്റെ അനുമതി ലഭിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടായിരിക്കും എന്തായാലും ഡിസംബറിൽ പര്യടനം നടത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ആഴ്ചയിൽ 3 തവണ ഓരോ ഇടങ്ങളിൽ പര്യടനം നടത്തുക അല്ലെങ്കിൽ ഓരോ ഇടങ്ങളിൽ പൊതുയോഗം നടത്തുക എന്നുള്ളൊരു നിലയിലേക്ക് കൂടി കാര്യങ്ങളിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ടിവിക്കയുടെ ഭാഗത്ത് നിന്നും. നേരത്തെ ശനിയാഴ്ചകളിൽ മാത്രമായിരുന്നു ഈ രീതിയിലുള്ള റോഡ് ഷോയും പര്യടനങ്ങളും ഒക്കെ നടത്തിയിരുന്നത്. പക്ഷേ ഇതിപ്പോൾ ആഴ്ചയിൽ 3 ദിവസം ഈ പറഞ്ഞ രീതിയിൽ ജനങ്ങളെ കാണുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കൂടി വിജയ് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഡിസംബർ 4-നാണ് സേലത്ത് ഈ രീതിയിലുള്ള ഒരു പൊതുയോഗം നടത്താനുള്ള ഒരു ശ്രമം ടിവിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇനി പോലീസ് ഏത് രീതിയിലാണ് ഇതിനെ സമീപിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. പോലീസ് അനുമതി ലഭിച്ചാൽ ഒരു പക്ഷേ 4-ാം തീയതി തന്നെയായിരിക്കും. 4-ാം തീയതി സേലത്ത് ഈ പറഞ്ഞ ഇടങ്ങളിൽ കോട്ട മൈതാനത്തോ അല്ലെങ്കിൽ ബോസ് മൈതാനത്തോ ആയിരിക്കും ഈ ഒരു രീതിയിലുള്ള പൊതുയോഗം എന്തായാലും നടക്കുക. ആ രീതിയിൽ അതിലേക്കുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഈ പോലീസിന്റെ അനുമതി ലഭിച്ചാൽ ക്രമീകരണങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നുള്ളതാണ് ടിവിക്കയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.